1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട പൗരോഹിത്യ ജീവിതമാണ് മാർ അപ്രേം തിരുമേനിയുടേത്. കാലത്തിനൊപ്പവും കാലത്തെ മറികടന്നും ചിന്തിച്ച പുരോഹിത ശ്രേഷ്ഠന് ഇന്ന് 84ാം പിറന്നാളാണ്. ആഘോഷങ്ങളില്ലാതെ കേക്ക് മുറിച്ചായിരുന്നു പിറന്നാൾ കൊണ്ടാടിയത്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയിലെ മുൻ അധ്യക്ഷൻ മാർ അപ്രേം മെത്രാപ്പോലിത്തയുടെ 84ാം പിറന്നാളായിരുന്നു വ്യാഴാഴ്ച. 28ാം വയസ്സിൽ മാർ അപ്രേം മെത്രാപ്പോലിത്തയായപ്പോൾ അതുവരെയുള്ള ഭാരത ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മെത്രാനായി മാറി അദ്ദേഹം. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞ ശേഷവും കർമ്മരംഗത്ത് സജീവമാണ് അദ്ദേഹം. തൃശൂരിലെ മൂക്കൻ തറവാട്ടിൽ ദേവസ്യയുടെയും കൊച്ചുമറിയത്തിന്റെയും 4ാമത്തെ മകനായി 1940 ജൂൺ 13 ജനിച്ച മാർ അപ്രേമിന്റെ ആദ്യ നാമം ജോർജ് ഡേവിസ് മൂക്കൻ എന്നായിരുന്നു. 1961 ജൂൺ 25 ശമാശനായും 1965 ജൂൺ 13 കശീശയായും മാർ തോമ ധർമ്മോയിൽ നിന്ന് പട്ടം സ്വീകരിച്ച് വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ചു. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 70ലേറെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബഹുമുഖ പ്രതിഭയായ അദ്ദേഹത്തിന്റെ അഗാധ പാണ്ഡിത്യം സംഗീത മേഖലയിലും ഉണ്ടായിരുന്നു. യാത്രാവിവരണങ്ങൾ, ജീവചരിത്രം, ആത്മകഥ, ഫലിതം, സഭാചരിത്രം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം സുറിയാനിയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ഷാർജയിൽ അത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. സഭകൾക്കിടയിലെ ഭിന്നത പരിഹരിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്ന അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ ശാന്തിയും സമാധാനവും നിലനിർത്താൻ വേണ്ടിയുള്ളതായിരുന്നു.